വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ക്ലീൻ ചിറ്റ് തള്ളിയിരിക്കുന്ന എം.ആർ. അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു എന്ന വിവരം വരുന്നു. എം.ആർ. അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദനം കോടതി നേരിട്ട് അന്വേഷിക്കും. അന്വേഷണം ശരിയായ ദിശയിൽ അല്ല നടന്നതെന്ന് വിജിലൻസിന് കോടതിയുടെ വിമർശനം. ഈ മാസം 30-ന് സാക്ഷികളുടെയും വാദിയുടെയും മൊഴി കോടതി നേരിട്ടെടുക്കുകയും ചെയ്യും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല നടന്നതെന്ന് വിജിലൻസിന് കോടതിയുടെ വിമർശനം വന്നിരിക്കുന്നു. ഈ വിഷയത്തിൽ എം.ആർ. അജിത് കുമാറിന് അത് വലിയ തിരിച്ചടിയാവുകയാണ്. വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതി തള്ളുകയാണ്. ക്ലീൻ ചിറ്റ് തള്ളിയിരിക്കുന്നു. മനീഷ് മഹിബാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സ്മിത, അന്വേഷണം ശരിയായ ദിശയിലല്ല നടന്നതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. അങ്ങനെയാണ് വിജിലൻസ് കോടതി ക്ലീൻ ചിറ്റ് വിജിലൻസ് നൽകിയിട്ടുള്ള ക്ലീൻ ചിറ്റ് തള്ളുന്നത്. അങ്ങനെ കോടതി ഇന്ന് 14-ാം തീയതി ഇന്ന് പരിഗണിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവുകൾക്ക് അന്തിമമായ ഒരു വിധി വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ മുൻ ക്രമസമാധാന ചുമതലയുള്ള ADGP എം.ആർ. അജിത് കുമാറിന് വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നു. ഈ രീതിയിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന ഒരു കേസിൽ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് തള്ളിക്കൊണ്ടാണ് വിജിലൻസ് കോടതി തന്നെ രംഗത്ത് വരുന്നത്. ഈ മാസം 30-ന് സാക്ഷികളുടെയും വാദികളുടെയും മൊഴി കോടതി നേരിട്ട് രേഖപ്പെടുത്തും. അങ്ങനെ ആദ്യം ഒരു ഘട്ടം വിജിലൻസ് കോടതി രേഖപ്പെടുത്തിയത് വീണ്ടും കോടതിയുടെ തന്നെ മുഖേന ആ കേസിൽ സാക്ഷികളുടെയും വാദികളുടെയും തന്നെ മൊഴിയെടുക്കുന്നെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അജിത് കുമാർ ചീറ്റ് നൽകിയ വിജിലൻസിൻ്റെ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ നൽകിയത് അഡ്വക്കേറ്റ് നാഗരാജ് ആയിരുന്നു. ഇത്തരത്തിൽ കോടതിയെ സമീപിച്ചത് ക്ലീൻ ചിറ്റ് നൽകിയത് ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തിയല്ല. മുഴുവൻ ഈ അജിത് കുമാറിൻ്റെ സ്വത്ത് മുഴുവനായി പരിശോധിച്ചിട്ടില്ല. എവിടെയൊക്കെ ഏതൊക്കെ സ്വത്തുക്കളുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ബാങ്ക് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അജിത് കുമാറിൻ്റെ മാത്രമല്ല, അജിത് കുമാറിൻ്റെ ബന്ധുക്കളുടെയും മറ്റ് അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ തന്നെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ പ്രാഥമികമായി അത്തരത്തിലുള്ള അന്വേഷണം നടത്താതെയായിരുന്നു വിജിലൻസ് ഈ രീതിയിൽ ക്ലീൻ ചിറ്റ് നൽകിയെന്ന ആക്ഷേപം ഉയർന്ന ഘട്ടത്തിലായിരുന്നു. അങ്ങനെ ഹർജിക്കാരൻ കൂടിയായിട്ടുള്ള നാഗരാജ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചത് അജിത് കുമാറിൻ്റെ വരുമാനം മുഴുവൻ പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് ഈ വാദം തുടരുന്നതും നിലവിൽ വിജിലൻസ് കോടതിയിൽ നീട്ടി വന്ന ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലായിരുന്നു. ഇന്ന് എന്താണെങ്കിലും ആ വിജിലൻസിൻ്റെ ക്ലീൻ ചിറ്റ് അതേ കോടതി വിജിലൻസിൻ്റെ കോടതി തന്നെ തള്ളുന്ന പ്രത്യേകതയുണ്ട്. എന്താണെങ്കിലും ഈ മാസം ഇനി ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി വാദികളുടെയും സാക്ഷികളുടെയും തന്നെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തും. ഒരിക്കൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനാണ് കോടതിയുടെ ഉത്തരവ്. സ്മിത, മനീഷ്, ഇക്കാര്യത്തിൽ ഈ അഭിഭാഷകൻ നാഗരാജ് സമർപ്പിച്ച ഹർജി നിയമപരമായി നിലനിൽക്കുകയില്ല. ഹർജിക്കാരൻ ആരോപണങ്ങളല്ലാതെ ഒരു രേഖയും സമർപ്പിച്ചിട്ടില്ല എന്നായിരുന്നു വിജിലൻസിന്റെ വാദം. ആ വാദം ഇപ്പോൾ പൊളിയുകയാണ്. സ്മിത, ഇത് സംബന്ധിച്ച് രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയായ ദിശയിലല്ല അന്വേഷണം നടന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിട്ടില്ല. പല രീതിയിലും അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള സാധ്യത കൂടി ഇവിടെ ഉണ്ടായി. അത്തരത്തിലുള്ള കാര്യങ്ങൾ കോടതിയിൽ വാദമായി ഉയർന്നു വന്നു. അന്തിമവാദമാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ ഏറെ കോടതിയിൽ നടന്നിരുന്നു. അങ്ങനെ രണ്ട് കൂട്ടരും വാദിച്ചിരുന്നു. അങ്ങനെ അന്തിമവാദം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ് ഇന്നാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പറയാൻ വേണ്ടി വിജിലൻസ് കോടതി മാറ്റിയത്. തുടരന്വേഷണമോ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണമോ ആണ് ഈ രീതിയിൽ വേണ്ടത് എന്നുള്ള വാദമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നാഗരാജിൻ്റെ ആവശ്യം. അങ്ങനെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ഇല്ലെങ്കിൽ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉയർന്ന തലപ്പത്ത് നിൽക്കുന്ന പോലീസിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ പല രീതിയിലും അത് അട്ടിമറിക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണമോ അല്ലെങ്കിൽ കോടതിയുടെ നേരിട്ടുള്ള തുടരന്വേഷണത്തിലുള്ള ഇടപെടലോ ഇല്ലാതെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് കൂടി ഇതുമായി ബന്ധപ്പെട്ട ഹർജിക്കാരൻ വാദം ഉന്നയിച്ചിരുന്നു. അത് കോടതി പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി വരുന്ന ഇതുമായി ബന്ധപ്പെട്ട കേസ് തുടരന്വേഷണത്തിൽ ഈ കോടതിയുടെ ഇടപെടൽ ഏത് രീതിയിലായിരിക്കും, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ കോടതി നേരിട്ട് തന്നെ പരിശോധിക്കുമോ, അത്തരം കാര്യങ്ങളിൽ ഇനി ഈ അന്വേഷണത്തിലെ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലായിരിക്കും കോടതിയുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നാണ് നോക്കിക്കാണേണ്ടത്. സ്മിത.
ഈ അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പിലെ ഓഫീസിലെ മരമുറി കേസ്, ഈ കേസുകളെല്ലാം ഈ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലാണ് ഇത്തരത്തിൽ കൃത്യമായ തെളിവുകളില്ല അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല എന്ന് കോടതി മെൻഷൻ ചെയ്യുന്നത്? ഇത് എല്ലാ കാര്യത്തിലും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് എന്നാണോ കോടതിയുടെ നിരീക്ഷണം? വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ തിരിച്ചടി. കാരണം ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം റിപ്പോർട്ട് അത് വിജിലൻസ് കോടതി തന്നെ തള്ളുക എന്ന് പറയുമ്പോൾ അത് വിജിലൻസിന്റെ അന്വേഷണത്തിലെ ആ കഴിവിനെ, മികവിനെ, അതോടൊപ്പം തന്നെ വിശ്വാസ്യതയും ചോദ്യം ചെയ്യുന്നുണ്ട്. സ്മിത, ഇവിടെ സർക്കാർ അഭിഭാഷകൻ വാദിച്ചത് MR അജിത് കുമാർ ഏതൊക്കെ രീതിയിലുള്ള സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ കൃത്യമായ രേഖ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കോപ്പികളൊക്കെ തന്നെ കാണിച്ചിരുന്നു. പക്ഷേ ഇത് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ സ്വത്ത് സമ്പാദിച്ചതിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടം വാങ്ങിയതിൻ്റെ, ഏതെങ്കിലും ഒരു സ്വത്ത് വാങ്ങിയതിൻ്റെ ഒക്കെ തന്നെ രേഖയല്ല, മുഴുവൻ. അതായത് കോടതി ഇവിടെ കാണുന്നത് കൃത്യമായ പരിശോധന ഉണ്ടായില്ല. അതായത് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ വില നിർണ്ണയിക്കുന്ന, അതിന് എത്ര രൂപ വിലയുണ്ട്, അത് ഏത് രീതിയിൽ വാങ്ങി, അതിൻ്റെ പണം എവിടെ നിന്ന് വന്നു, അതിൻ്റെ സോഴ്സ് അടക്കമുള്ള കാര്യങ്ങളല്ല വേണ്ടത്. പൂർണ്ണമായും മുഴുവൻ സ്വത്തിൻ്റെയും സമ്പാദ്യത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും, ഏറ്റവും പ്രധാനമായും ഇതിൽ കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ അഭിഭാഷകൻ വാദിച്ചത് വസ്തു വാങ്ങൽ, ഒപ്പം തന്നെ വിൽപ്പന എന്നിവ സർക്കാരിനെ അറിയിച്ചതായ രേഖ ഇവിടെ കാണിച്ചു. ഒപ്പം തന്നെ ഇതിലെ അനുമതി പത്രം തുടങ്ങിയ എവിടെ നിന്ന് ആണ് കേസ് പരിഗണിച്ച സമയത്ത് വിജിലൻസ് കോടതിക്ക് കിട്ടിയത് എന്ന് കോടതി ചോദിച്ചിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഇവ അജിത് കുമാറിൻ്റെ കയ്യിലുണ്ടെന്ന് ഉള്ള സർക്കാർ രേഖകളുണ്ടെന്നുള്ള വാദമായിരുന്നു അവിടെ വിജിലൻസിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വിജിലൻസ് അന്വേഷണത്തെ ന്യായീകരിക്കുന്ന ന്യായാധിപൻ അവിടെ അഡ്വക്കേറ്റ് അവിടെ വാദിച്ചത്. ആ രീതിയിൽ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത് ഈ രീതിയിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്, ഇത് തെളിയിക്കുന്ന സർക്കാർ രേഖ അജിത് കുമാർ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അത്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ വ്യക്തമായി നടത്തിയതിൻ്റെ രേഖകൾ കാണിച്ചിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങിയതോ വിറ്റതോ സംബന്ധിച്ചുള്ള ഇത് മാത്രമല്ല, മുഴുവൻ സമഗ്രമായ സ്വത്ത് സമ്പാദനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പരിശോധനയിൽ പിഴവുണ്ടായിട്ടുണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ആ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ നൽകിയിട്ടുള്ള ക്ലീൻ ചിറ്റ്, അതായത് ഏതെങ്കിലും തരത്തിൽ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന് കോടതി നേരിട്ട് കണ്ടെത്തുന്നില്ല. പക്ഷേ നിലവിൽ നൽകിയിട്ടുള്ള ക്ലീൻ ചിറ്റ് അത് റദ്ദാക്കുകയാണ്. അത് റദ്ദാക്കിക്കൊണ്ടാണ് നിലവിൽ പുതിയതായി അത് അന്വേഷിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാസം 30-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട പരാതിക്കാർ അല്ലെങ്കിൽ സാക്ഷികൾ, വാദികൾ എന്ന മുഴുവൻ ആളുകൾ, ഏകദേശം 30ഓളം ആളുകൾ വരും. അത്രയും ആളുകളുടെ മൊഴി കോടതിയുടെ കേസിൽ കുറ്റവിമുക്തനാക്കിയ ആ റിപ്പോർട്ട്, വിജിലൻസിന്റെ റിപ്പോർട്ട് ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. MR അജിത് കുമാറിന് അത് വലിയ തിരിച്ചടിയാവുകയാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.